ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. സോ നമ്മൾ ഇന്ന് പോകാൻ പോണത് വേറെ എവിടേക്കും അല്ല, വെള്ളാർപാടം പള്ളിയിലേക്കാണ്. അതിന് പോകാനുള്ള 2 റൂട്ടുണ്ട്. ഒന്ന് മെട്രോയിൽ കൂടെ പോവാം, ഒന്ന് ബസ്സിൽ കൂടെ പോവാം. മെട്രോൻ്റെ സമയം കഴിഞ്ഞുകൊണ്ട് നമുക്കിനി ബസ്സിൽ മാർഗം വഴിയുള്ളൂ. അങ്ങനെ നമ്മൾ ബസ്സിൽ തന്നെ പോവാം. ഇതേ നമ്മൾ എത്തിക്കഴിഞ്ഞു വെള്ളാർപാടം പള്ളി. ഇതാണ് വെള്ളാർപാടം പള്ളിയും പള്ളിയുടെ മുമ്പിലുള്ള പരിസരവും. വലിയൊരു ഗ്രൗണ്ടാണ്. ഗ്രൗണ്ടിൻ്റെ ഏറ്റവും അവസാനമായിട്ട് അവിടെ കാണാം നമുക്ക് ജീസസ് ക്രൈസ്റ്റിൻ്റെ ഒരു പ്രതിമ വെച്ചിട്ടുണ്ട്, ഒരു സ്റ്റാച്യു ഉണ്ട് അവിടെ. അതിൻ്റെ 2 ഭാഗത്തായിട്ട് ഇവിടെ ഒരു സ്റ്റോറി പോർട്രേ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ട്രീ ബാർക്കിലായിട്ട് എല്ലാ ട്രീ ബാർക്കിനകത്തും ഓരോരോ ബൈബിളിൻ്റെ ഓരോരോ സ്റ്റോറി, ജീസസിൻ്റെ സ്റ്റോറി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റേതായിട്ട് അവർ ആർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കാണാനുണ്ട്. ദ അസംപ്ഷൻ ഓഫ് മേരി. ഇതിനകത്ത് ആ ഒരു പർട്ടിക്കുലർ സ്റ്റോറിയിൽ അത് പോർട്രേ ചെയ്തേക്കുവാണ് അവർ, മോഡലുണ്ടാക്കി. അതേപോലെ ഇത് ലൈനായിട്ട് കുറേ ഉണ്ട്. 2 ഭാഗത്തും 2 സൈഡിലുമായിട്ടാണ് ഇത് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. കറങ്ങാനാണെങ്കിൽ ഇത് ഒത്തിരി ഉണ്ട്. സമയം കുറവുള്ളതുകൊണ്ട് ഞാൻ മൊത്തത്തോട് കറങ്ങിയില്ല. അതേപോലെ ഇത് കണ്ടോ, ഇത് 2 ഭാഗത്തുമായിട്ട് ഉണ്ടാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് ടൂറിസ്റ്റ് നല്ലൊരു ആകർഷണമാണ്. കാരണം നല്ലൊരു ഇൻഫർമേഷൻ കൂടെയാണിത്. ഈ പള്ളിയുടെ മഹത്വം എന്ന് പറയണത്, ഇതിൻ്റെ ഒരു കഥയുണ്ട്. കഥയെന്ന് പറഞ്ഞാൽ 500 വർഷം പഴകിയ ഒരു കഥയാണ്. ഇവിടെ അടുത്ത് താമസിച്ചിരുന്ന മീനാക്ഷി അമ്മയും കുഞ്ഞും കൂടെ ഒരു നാൾ ചോറൂണിനായിട്ട് അക്കരയ്ക്ക് കിടക്കാൻ വേണ്ടി അവർ കടൽ അക്കരെ പോയി. അങ്ങനെ തിരിച്ചു വരാൻ നേരത്ത് അവർ ഭയങ്കര കാറ്റത്തും മഴയത്തുമായി അവരുടെ വള്ളം മുങ്ങാറായി. ആ സമയത്ത് മീനാക്ഷി അമ്മ മനസ്സുരുകി പ്രാർത്ഥിച്ച് മാതാവിനോട് പറഞ്ഞ്, എന്നെയും എൻ്റെ കുഞ്ഞിനെയും എങ്ങനെയും രക്ഷിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതകാലം വരെ ഞാനും എൻ്റെ കുഞ്ഞും മാതാവിൻ്റെ അടിമയായി അവിടെ തന്നെ നിന്നോളാം എന്ന്. അങ്ങനെ ആ രാത്രി ആ പള്ളിയിലെ ഫാദറിന് മാതാവ് പ്രത്യക്ഷപ്പെട്ട് എവിടെയാ മുങ്ങിയ സ്ഥലം എന്നുള്ള അത് തന്നെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഫാദർ എളുപ്പം വേറെ വള്ളക്കാരായിട്ട് പ്രത്യേകിച്ച് വീണ സ്ഥലം തന്നെ അങ്ങേക്ക് പറഞ്ഞു കൊടുത്തു. അവരങ്ങനെ മീനാക്ഷി അമ്മയെ കുഞ്ഞിനെ രക്ഷിച്ചുകൊണ്ട് തിരിച്ചു കൊണ്ടുവന്നു. ആ ദിവസം തൊട്ടാണ് മീനാക്ഷി അമ്മയും മോനും കൂടെ ഈ ചർച്ചിന് അടിമയായിട്ട്, മാതാവിൻ്റെ അടിമയായ ജീവിതകാലം വരെ അവർ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇവിടെ ചൂൽ വഴിപാട് ഭയങ്കര ഫേമസ് ആണ്. കാരണം ഏതെങ്കിലും വ്യക്തി മാതാവിൻ്റെ സേവനമായിട്ട് മുറ്റത്ത് ചൂലും കൊണ്ട് തൂത്ത് ആഗ്രഹം പറയുവാണെങ്കിൽ ആ ആഗ്രഹം സാധിച്ചിരിക്കുമെന്നാണ് പ്രമാണം. അത് കഴിഞ്ഞ് ഞങ്ങൾ അപ്പുറത്ത് കടന്നപ്പോഴാണ് ഇവിടെ കണ്ടത് വെറൈറ്റി ഓഫ് സ്റ്റോൾസ് കണ്ടു. അങ്ങനെ നമ്മൾ ആ സ്റ്റോൾസിൽ കയറി നോക്കി. കുറേ കൊന്തകളുണ്ടായിരുന്നു. ക്രോസ് ഇഷ്ടംപോലെ ഡിഫറെൻറ്റ് വെറൈറ്റിയുള്ള ക്രോസും കൊന്തയൊക്കെ ഉണ്ടായിരുന്നു. ആര് കണ്ടാലും മോഹിച്ചു പോവും. ഞാനും മോഹിച്ച് അങ്ങനെ 3-4 ക്രോസും ഹാൻഡിലിടാനുള്ളതും പിന്നെ കഴുത്തിലിടാനുള്ള ക്രോസും പിന്നെ 2-3 സ്റ്റാച്യു മേടിച്ചു. പിന്നെ അവിടെ നിന്നൊരു വചനപ്പെട്ടി മേടിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു പള്ളിയാണിവിടെ. അതുകൊണ്ട് വിദേശിയായ ആൾക്കാർ സഹിതം നാട്ടിൽ നിന്നും വേറെ ദേശത്തു നിന്നും എല്ലാവരും ആൾക്കാർ വരുന്നതാണ് ഈ പള്ളിയിൽ. അങ്ങനെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുവാണെങ്കിൽ വെള്ളാർപാടം പള്ളിയിലേക്ക് തീർച്ചയായും വരിക. എൻ്റെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടില്ല. മേടിച്ച് മടുത്തു. എന്നാലും മനസ്സിലങ്ങ് നിറയുന്നില്ല. എന്നാൽ നമുക്കിനി മുമ്പോട്ട് എക്സ്പ്ലോർ ചെയ്യാമെന്ന് പറഞ്ഞ് നോക്കാം. ഈ പള്ളി ഇതാണ്. അതും ഒരു ഫ്രണ്ട് ഭാഗമാണ്. 2 ഗേറ്റുണ്ട്. നമ്മൾ പുറകിൽ നിന്ന് വന്ന ഭാഗത്തു നിന്നാണ് ഞാൻ വന്നത്. കാരണം അവിടെയും ബസ് റൂട്ടുണ്ട്, മുമ്പിൽ നിന്നും ബസ് റൂട്ടുണ്ട്. ഇത് ആൾക്കാർ ചൂൽ നേർച്ച നടത്തുന്നതാണ്. പിന്നെ ഈ പള്ളിയുടെ സൈഡിലായിട്ടാണ് ക്യാൻഡിൽ കത്തിക്കാനുള്ളത്. മാതാവിൻ്റെ ഫോട്ടോയുടെ മുമ്പേ നമുക്ക് സൈഡിലായിട്ടാണ്
ക്യാൻഡിൽ കത്തിക്കാനുള്ളത്. സമാധാനത്തിൽ നമുക്ക് ക്യാൻഡിൽ കത്തിച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞ് കത്തിക്കാനുള്ളതാണ്. ഈ ഫോട്ടോയിൽ കാണാം നമുക്ക് മദർ മേരിയും ജീസസ് ക്രൈസ്റ്റും, അതേപോലെ താഴെ നമുക്ക് കാണാൻ പറ്റും മീനാക്ഷി അമ്മയും അവരുടെ കുഞ്ഞും നിൽക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ക്യാൻഡിലും കത്തിച്ച് പ്രാർത്ഥിച്ച് മുമ്പോട്ട് അങ്ങനെ മുമ്പോട്ട് പോയപ്പോൾ ഗായ്സ് ഇവിടെ കാണാം നമുക്ക് ചില കിളികളെ ഇങ്ങനെ കിളികളെ നമുക്ക് അട്രാക്ഷൻ ഫാക്ടറായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം പിള്ളേരാണേലും ആരാണേലും വന്നു കഴിഞ്ഞ് നമുക്ക് കാണാനുള്ള ആസ്വദിക്കാനായിട്ടുള്ള ഒരു രസമുണ്ട്. അതും നമ്മളിവിടെ കാണാൻ കിട്ടുന്ന കിളികളൊന്നുമല്ല, ഇത് വെളിയിൽ ദേശത്തുനിന്ന് വന്ന കിളികളാണെന്ന് തോന്നുന്നു. വെളിയിൽ ദേശത്തുനിന്ന് കൊണ്ടുവന്ന് വെച്ചതാണ്. അത് നമ്മളെന്താ പറയുക, കണ്ടു കഴിഞ്ഞ് നമുക്ക് തന്നെ അവിടെ നിന്ന് കുറച്ച് നേരം കാണാൻ തോന്നും. അതുപോലത്തെ ഒരു കിളിയാണ്. ഈ കോഴിയൊന്നും നമ്മളിവിടെ ഒന്നും കണ്ടിട്ടില്ല. തീർച്ചയായും ഇത് വെളിയിൽ നിന്നുള്ളതായിരിക്കും. അതുകൊണ്ട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സമയം കിട്ടുവാണെങ്കിൽ തീർച്ചയായും നിങ്ങളെല്ലാവരും ഈ പള്ളി വിസിറ്റ് ചെയ്യുക. വള്ളാർപാടം പള്ളി. നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളും മാതാവിനെ കാണാനുള്ള ആഗ്രഹവും ഒക്കെ സാധിക്കും ഇവിടെ. ഈ പള്ളി ഇവിടെ പള്ളി വരുന്ന വഴിയിലാണ് നമുക്ക് കാണാൻ ഒത്തിരി കാഴ്ചകളുണ്ട്. ഈ പള്ളി ഒരു ദ്വീപിലാണ്. വള്ളാർപാടം പള്ളി എന്ന് പറഞ്ഞാൽ നമ്മൾ കടലും കായലിൻ്റെ നടുക്കിലായിട്ടാണ്. അപ്പം അത് വരുന്ന വഴിക്ക് തന്നെയാണ് നല്ലൊരു സ്പോട്ടാണ് കാണാനുള്ളത്. അതുകൊണ്ട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സമയം കിട്ടുവാണെങ്കിൽ തീർച്ചയായും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുക. മനസ്സിൻ്റെ ഉദ്ദേശം, നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം തീർച്ചയായും നടത്തും. അതേപോലെ ഇനി വെറൈറ്റി ഉള്ള നമുക്ക് വീഡിയോസ് ഞാൻ കൊണ്ടുവരാൻ മാക്സിമം ഞാൻ ശ്രമിക്കാം ഗൈസ്. അത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് പ്ലീസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, അതുവരേക്കും ബൈ ബൈ.